ഇന്ന് CSK ടീമും RCBയും കളി ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. പ്ലേ ഓഫിലെത്തുന്ന 4 ടീമുകൾ ആരാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. രാജസ്ഥാൻ, CSK, RCB ഈ 3 ടീമിന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IPLിലെ എല്ലാ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ മത്സരത്തിൽ CSK ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി അവർക്ക് 14 പോയിന്റ് ആയിട്ടുണ്ട്. ഇനി ചെന്നൈക്ക് ബാക്കി ഒരു മാച്ച് മാത്രമേ ഉള്ളൂ. അത് ജയിച്ചാൽ ചെന്നൈ പ്ലേ ഓഫിലെത്തും. ഇതോടുകൂടി ചെന്നൈക്ക് 16 പോയിന്റ് കിട്ടും. ഇനിയിപ്പോൾ RCB ഇന്നത്തെ മാച്ചിൽ ജയിച്ചിരിക്കുകയാണ്. ഡൽഹിക്കെതിരെയാണ് RCB ജയിച്ചിരിക്കുന്നത്. RCBക്ക് 12 പോയിന്റ് ഉണ്ട്. ഇനി അവർക്ക് ഒരു മാച്ചും കൂടി ബാക്കിയുണ്ട്. അത് ജയിച്ചാൽ RCBക്ക് 14 പോയിന്റ് നേടാൻ സാധിക്കും. ഇനി ഡൽഹി ടീം പുറത്തായിരിക്കുകയാണ്. അവർക്കിനി കയറാൻ സാധ്യത കുറവാണ്. RCBക്ക് ഇനി അടുത്ത മത്സരത്തിൽ മികച്ച റൺ റേറ്റിൽ ജയിച്ചാൽ ചെറിയൊരു സാധ്യതയുണ്ട്. നാലാമത്തെ ഒരു ടീം എന്തായാലും 16 പോയിന്റ് എത്താൻ സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോഴാണ് RCBക്ക് സാധ്യതയുള്ളത്. നിലവിലിപ്പോൾ 2 സ്ലോട്ട് ബുക്കായിരിക്കുകയാണ്. രാജസ്ഥാൻ, കൊൽക്കത്ത പ്ലേ ഓഫിലെത്തി. ഇനി ഹൈദരാബാദ്, CSK ഈ 2 ടീമിനും 14 പോയിന്റ് ഉണ്ട്. അടുത്ത മാച്ചുകളിൽ ഈ 2 ടീമുകളും ജയിച്ചാൽ ഇവരായിരിക്കും പ്ലേ ഓഫിലെത്തുന്നത്. ഇനി CSK തോറ്റാൽ അവർക്ക് 14 പോയിന്റ് ആകും. അതുപോലെ SRH തോറ്റാലും അവർക്ക് 14 പോയിന്റിൽ ഒതുങ്ങാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് RCBക്കും ഡൽഹി ടീമിനും സാധ്യതയുള്ളത്. ഇതുപോലെ തന്നെ ലക്നൗ ടീമും ഇവിടെയുണ്ട്. അവർക്കും ഇനി 2 മാച്ച് ബാക്കിയുണ്ട്. ആ 2 എണ്ണത്തിൽ ജയിച്ചാൽ 16 പോയിന്റ് നേടാൻ സാധിക്കും. ഇനിയൊരു പക്ഷേ ഒരുവിധം എല്ലാ ടീമിനും 16 പോയിന്റ് എത്തിയാൽ റൺ റേറ്റ് ആർക്കാണ് കൂടുതൽ അവരായിരിക്കും കയറാൻ പോകുന്നത്. അവസാന മാച്ച് വരെ ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. RCBക്ക് ഇന്ന് ജയിച്ചതുകൊണ്ട് നല്ലൊരു സാധ്യത വന്നിരിക്കുകയാണ്. അതുപോലെ CSK ടീമും സേഫ് ആയിരിക്കുകയാണ്. പണി കിട്ടിയത് ഡൽഹി ടീമിനും ലക്നൌവിനുമാണ്. നിലവിലിപ്പോൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന 2 പേര് കൊൽക്കത്ത, രാജസ്ഥാൻ്റെതാണ്. ഇവർക്ക് പ്ലേ ഓഫിൽ 2 മാച്ച് കിട്ടും. അതുകൊണ്ട് ഇവരെ ഈസി ആയിട്ട് ഫൈനലിൽ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.